അങ്ങനെ ഒരു ദാക്ഷിണ്യം കൂടാതെ സ്വന്തം അനിയത്തിയുടെ കുഞ്ഞിനെ വരെ നശിപ്പിക്കാൻ തീരുമാനിക്കുകയാണ് നവ്യ. ഇല്ലാത്ത പല കാര്യങ്ങളും പെരുപ്പിച്ച് പറഞ്ഞിട്ട് നവ്യയുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ നോക്കാൻ കേട്ടോ ജലജ. നവ്യ ആണെന്നുണ്ടെങ്കിൽ ജലജ പറയുന്ന എല്ലാ കാര്യങ്ങളും അച്ചടി വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് നവ്യയുടെ മനസ്സ് മാറ്റുന്ന കൂട്ടത്തിൽ ജലജ ഈ കാര്യം കൂടി എടുത്തു വെക്കാണ്. അതായത് നയനയുടെ കുഞ്ഞിനെ നശിപ്പിക്കാനുള്ള പ്ലാന്. ആദ്യം നവ്യ ചെറുതായിട്ട് അതിനെ നിരസിക്കുന്നുണ്ട്. പക്ഷെ അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ ജലജ വീണ്ടും വീണ്ടും ഇവരെ കുറിച്ച് മോശമായ രീതിയിൽ നവ്യയോട് സംസാരിക്കാണ്. നവ്യയുടെ മനസ്സിൽ നന്ദുവിനോടും നയനയോടും ഒരു പക വളർന്നു വരികയാണ്. അതൊരു കൊടും പകയിലേക്ക് മാറുകയാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞ് നവ്യയുടെ മനസ്സിനെ മാറ്റി അവസാനം നവ്യക്ക് നയനോട് കൊടും വെറുപ്പാവാണ്. അങ്ങനെ ഒരു ദാക്ഷിണ്യം കൂടാതെ സ്വന്തം അനിയത്തിയുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി ജലജയോടൊപ്പം കൂടാണ് നവ്യ. കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി നവ്യയും ജലജയും കൂടി ചേർന്ന് ഒന്ന് രണ്ട് പണികളൊക്കെ പയറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാവം നയനയ്ക്ക് അത് സംഭവിക്കുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും നയനെ രക്ഷിക്കാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇവിടെ അതൊന്നും സംഭവിക്കുന്നില്ല. പകരം നയന ഇവരുടെ കെണിയിൽ വീണ് പോവാണ് കേട്ടോ. ആ ഒരു കിടിലൻ എപ്പിസോഡാണ് കേട്ടോ ഇത്. ഭയങ്കര ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിന്റെ അവസാനത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഈ എപ്പിസോഡ് മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു എപ്പിസോഡിലോട്ട് കിടക്കാം. വക്കീലിന്റെ അടുത്ത് പോയി വന്ന ശേഷം ജലജ നേരെ നവ്യയുടെ അടുത്തോട്ട് ചെല്ലാണ്. നവ്യ ആണെങ്കിൽ കുഞ്ഞിനെ തൊട്ടിലിട്ട് ആട്ടി ഉറക്കാൻ കേട്ടോ. ആ സമയം ജലജ അങ്ങോട്ട് വരുന്നുണ്ട്. നവ്യേ, അമ്മേ എന്തായി? ഞാനേ വക്കീലിനെ കണ്ടിട്ടുണ്ട്. വക്കീല് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് നവ്യേ. അല്ല, ഇനിയെന്ത് പ്രശ്നം? അല്ല, അമ്മ പണം കൊടുക്കാന്ന് പറഞ്ഞില്ലേ വക്കീലിന്? അതൊക്കെ ഞാൻ പറഞ്ഞു മോളെ. പക്ഷേ പണം കൊണ്ട് മാത്രം ആയില്ല. ഇനിയിപ്പൊ എന്താ അടുത്ത പ്രശ്നം? മൂർത്തീസ് ജ്വല്ലറിയിൽ വർക്ക് ചെയ്യുന്ന മറ്റാരെങ്കിലും അവിടെ വന്നൊന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. വക്കീല് പറയുന്നത് അവരൊന്ന് മൂളിക്കഴിഞ്ഞാല് അബിയെ പുറത്തിറക്കാന്നാ. പക്ഷെ അത് നടക്കില്ലല്ലോ അമ്മേ. നടക്കും. അതെങ്ങനെ? ഞാൻ ചെന്ന് പറഞ്ഞ ഒരു പക്ഷെ നടക്കത്തില്ലായിരിക്കും. പക്ഷെ നിനക്ക് അവിടെ സാധ്യത കൂടുതലാ. എനിക്കോ? ഞാൻ ഇനി ആരുടെ കാല് പിടിക്കാനാ? ഇവിടെ എല്ലാവരും എന്റെ അബിക്ക് എതിരാ. ആയിക്കോട്ടെ, പക്ഷേ മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആണ് ആദർശ്. ഒന്നെങ്കിൽ ആദർശ് പറയണം. അവൻ എന്തായാലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവൻ കൊറ്റയ്ക്ക് ഇതൊക്കെ അനുഭവിക്കണം. അവന് മാത്രമല്ല നിന്റെ അനിയത്തിക്കും. അതുകൊണ്ടാണല്ലോ എവിടുന്നോ വന്ന ഒരുത്തിയെ കുഞ്ഞായിട്ട് അവർ സ്വീകരിച്ചിരിക്കുന്നത്. അവർക്ക് ആദ്യം കിട്ടാനുള്ളത് നിന്റെ കുഞ്ഞിന് പോവരുതെന്ന് കരുതിയിട്ട്. അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് ഞാൻ ആദ്യമൊന്നും വിശ്വസിച്ചില്ലായിരുന്നു അമ്മേ. അവൾ എന്നെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കാണുന്നു ഞാൻ വിശ്വസിച്ചത്. എന്നാ എനിക്ക് തെറ്റി. പക്ഷെ ഇപ്പോഴെനിക്ക് മനസ്സിലായത് അവൾ സ്വത്തിന് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നതെന്ന്. അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും അയാൾ അവൾ ഉപേക്ഷിക്കാത്തത്. ഇപ്പോഴെങ്കിലും നിനക്ക് നിന്റെ അനിയത്തിയെ മനസ്സിലായല്ലോ നവ്യെ. ദേ, നിന്റെ രണ്ടാമത്തെ അനിയത്തി ഉണ്ടല്ലോ, അവളും അതേ കണക്ക് തന്നെയാ. അവക്കും ഇങ്ങോട്ട് കയറി വരണമെന്ന ആഗ്രഹം. അവളുടെ ആഗ്രഹം അങ്ങ് മനസ്സിലിരിക്കത്തേ ഉള്ളൂ. അതിനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. നീ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. അങ്ങനെ അവൾ എന്നെ ധിക്കരിച്ച് ഈ വീട്ടിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവക്ക് പലതും കാണേണ്ടി വരും. ഇതൊക്കെ നീ അവളോട് പറഞ്ഞാ മതി നവ്യേ. പിന്നെ അബിയെ ഇറക്കാൻ ഇനി ആകെ ഒരു വഴിയേ ഉള്ളൂ. ഞാൻ ആലോചിച്ചിട്ട് ആ ഒരു വഴി മാത്രമേ എന്റെ തലയിൽ തെളിയുന്നുള്ളൂ. എന്താമ്മേ, നമുക്ക് ആ വഴി വേണമെങ്കിൽ നോക്കാം. ഇവിടെ ഇനി ആരോടും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നീ ഒരാളോട് കാല് പിടിച്ച് അപേക്ഷിച്ചു കഴിഞ്ഞാൽ നടക്കാൻ സാധ്യതയുണ്ട്. ഞാൻ കരഞ്ഞ് കാല് പിടിക്കാനോ? ഇനി ഇവിടെ ആരുടെ കാല് പിടിക്കാനമ്മേ? എല്ലാവരും അമ്മയ്ക്കും അബിക്കും ഒക്കെ എതിരാണ്. ആരും സമ്മതിക്കുന്ന എനിക്ക് തോന്നില്ല. പക്ഷെ സമ്മതിക്കും. ഇവിടെ കരഞ്ഞ് കാല് പിടിച്ച മനസ്സലിയുന്ന ഒരാളുണ്ട്. അതാരാമ്മേ? വേറെ ആരുമല്ല, ഇവിടുത്തെ അമ്മ, വസുന്ധരമ്മ. മുത്തശ്ശിയോ? നീ മുത്തശ്ശിയുടെ കാല് പോയി പിടിക്ക്. കരഞ്ഞപേക്ഷിക്ക്. എന്റെ കുഞ്ഞിന് അച്ഛനില്ലാതാവുമെന്ന് പറ. ഒരു ജയിൽ പുള്ളിയായിട്ട് എന്റെ കുഞ്ഞിന്റെ അച്ഛനെ എനിക്ക് കാണാൻ പറ്റില്ലെന്ന് കരഞ്ഞു പറ. അല്ല, അങ്ങനെ പറഞ്ഞു നടക്കുവോ? നടക്കാനാണ് സാധ്യത. ഇനി ആകെ ആ ഒരു വഴിയേ ഉള്ളൂ. വക്കീലിന്റെ തലയിൽ പ്രത്യേകിച്ച് ആലോചിച്ചിട്ട് വഴിയൊന്നും കാണുന്നില്ലെന്നാ പറഞ്ഞത്. അവസാനം ഞാനായിട്ട് കണ്ടുപിടിച്ച വഴിയാണിത്. ദേ, ഇതേ ഒരു കച്ചിത്തുരുമ്പോളൂ. നീ ചെന്ന് എങ്ങനെയെങ്കിലും അവരുടെ കാല് പിടിക്കി. അല്ല, അമ്മ ഞാൻ പറഞ്ഞ അവിടെ ഒരു പ്രസക്തിയുമില്ല. അല്ലേനും അവർക്ക് എന്നെ കണ്ണെടുത്ത കാണുന്നത് പോലും ഇഷ്ടമല്ല. പിന്നെ നിന്നോടാവുമ്പോ അവർക്കൊരു സഹതാപമൊക്കെ ഉണ്ടാവും. നീയെ ഒറ്റയ്ക്ക് പോണ്ട, നിന്റെ കുഞ്ഞിനെയും കൊണ്ടുപോ. കുഞ്ഞച്ഛനെ അന്വേഷിക്കുന്നു എന്നും പറഞ്ഞിട്ട് അമ്മയോട് പൊട്ടി കരാ. ശരി, ഞാൻ നോക്കട്ടെ അമ്മേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഇതെങ്ങനെയെങ്കിലും അമ്മയെ കൊണ്ട് പാസ്സാക്കി എടുപ്പിക്കണം. എന്നാലേ നമ്മുടെ അബി പുറത്തിറങ്ങൂ. മോളെ, നിനക്ക് നിന്റെ ഭർത്താവിനെ വേണ്ടേ? വേണോ അമ്മേ? അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ ചെല്ലാം. ശരി. ദേ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. ദേ, അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ കുടുംബം കുട്ടിച്ചോറാക്കാൻ ഓരോന്നായിട്ട് പ്ലാൻ ചെയ്ത് തുടങ്ങാൻ. ഞാൻ വരുന്നുണ്ടമ്മേ. ഈ കുടുംബം എനിക്ക് ശിഥിലമാക്കണം. ദേ, ഇപ്പൊ മുത്തശ്ശൻ അവിടെ ഇല്ല. അതുകൊണ്ട് ഈ സമയം വേണം നീ മുതലാക്കാൻ. മുത്തശ്ശിയോട് പറഞ്ഞ് മുത്തശ്ശിയുടെ മനസ്സലിയിപ്പിച്ചാലേ മുത്തശ്ശി എന്തായാലും മുത്തശ്ശിനോട് പറയും. അമ്മ പറഞ്ഞ എന്തായാലും അച്ഛൻ അത് കേൾക്കാതിരിക്കില്ല. അപ്പൊ പിന്നെ അബിയെ പുറത്തിറക്കും.
ചെല്ല്, പെട്ടെന്ന് സമയം കളയണ്ട. ഇതും പറഞ്ഞുകൊണ്ട് നവ്യ അവിടുന്ന് പറഞ്ഞയക്കാട്ടോ. നവ്യയുടെ കയ്യിൽ കുഞ്ഞുണ്ട്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിയുടെ മുറിയാണ് കേട്ടോ. മുത്തശ്ശി മെഡിസിൻ എടുക്കാനിട്ടോ. ആ സമയത്താണ് അങ്ങോട്ടേക്ക് നവ്യ കുഞ്ഞുമായിട്ട് വരുന്നത്. നവ്യയെ കണ്ട പാടെ തന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, ആഹാ, ഇതാരാ? പത്മനാഭനോ? പത്മനാഭൻ മാത്രമല്ല, ഇവിടെ വേറൊരാളും കൂടി വന്നിട്ടുണ്ട്. ഇവന്റെ അമ്മയെ പിന്നെ ഞാൻ കാണാതിരിക്കും മോളെ. ഇവൻ അമ്മ മാത്രം പോരാ, അച്ഛനും വേണം. അച്ഛനില്ലാത്തൊരു കുഞ്ഞായിട്ട് ഞാൻ എന്റെ കുഞ്ഞിനെ വളർത്തണം മുത്തശ്ശി. മുത്തശ്ശി പറ, മുത്തശ്ശനില്ലാതെ മുത്തശ്ശിക്ക് ജീവിക്കാൻ പറ്റുമോ? മോളെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ? ഇപ്പെന്നല്ല, ഞാൻ കുറെ നേരമായിട്ട് പറഞ്ഞോണ്ടിരിക്കുക, എന്റെ അബി എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് ഇറക്കാൻ. എനിക്ക് അബി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല മുത്തശ്ശി. മോളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൻ ചെയ്തിരിക്കുന്ന തെറ്റിന്റെ ആഴം മോക്ക് അറിഞ്ഞൂടെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മറ്റൊരാളില്ലേ? പറഞ്ഞ് എന്റെ വായിലെ വെള്ളം പറ്റി. എന്നാലും ഞാൻ പറയും, അയാള് ചെയ്ത അത്രയും വലിയ തെറ്റൊന്നും എന്റെ അബി ആരോടും ചെയ്തിട്ടില്ല. എന്റെ അബിയെ ചെറിയ ചെറിയ തെറ്റുകൾ കാണുമ്പോ നിങ്ങൾ തന്നെയല്ലേ അവിടുത്തെ സ്റ്റാഫാക്കി മാറ്റുന്നത്. ആ സ്റ്റാഫിന് കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് അബിക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അബിയുടെ തെറ്റായ ബുദ്ധിയില് അബി തൽക്കാലം അങ്ങനെ ചെയ്തു പോയി. അതൊന്ന് ക്ഷമിച്ച് കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ മുത്തശ്ശി. അതിന് ജയിലിൽ കയറ്റി ഒരു ജയിൽ പുള്ളി ആക്കണോ എന്റെ ഭർത്താവിനെ? എന്റെ കുഞ്ഞിന് ഒരു ജയിൽ പുള്ളി അച്ഛൻ എന്ന പേര് വീഴ്ത്തണോ? അയാൾ ചെയ്തത്ര വലിയ തെറ്റൊന്നുമല്ല എന്റെ അബി ചെയ്തിരിക്കുന്നത്. അത് എപ്പോഴും എവിടെ പറയാൻ പറഞ്ഞാലും ഞാൻ പറയും. ഇതിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നിങ്ങളുടെയൊക്കെ മുത്തശ്ശൻ ഇതിൽ ഉറച്ചു നിൽക്കുവാണ്. അബിയെ ജയിലിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ കൊണ്ടുപോയിട്ടെ എന്നും പറഞ്ഞ്. കാരണം അവൻ ലക്ഷങ്ങളുടെ ബിസിനസ് തട്ടിപ്പാ അവിടെ നടത്തിയിരിക്കുന്നത്. അതും കൊടും വിശ്വാസവഞ്ചന. മോള് പറഞ്ഞിട്ട് അവൻ ഒരു ബ്രാഞ്ച് വീണ്ടും കൊടുത്തില്ലേ? അവിടെ അവന് വീണ്ടും കള്ളക്കടത്ത് നടത്തി. പിന്നെ എങ്ങനെയാ മോളെ അവനെ ഇങ്ങനെ വെറുതെ വിട്ടാ ശരിയാവുക? ഒരുപക്ഷെ ശിക്ഷ അനുഭവിച്ചാലെങ്കിലും അവൻ നേരായാലോ? അപ്പോ അതല്ലേ ഞാൻ ചോദിക്കുന്നത്. എന്റെ അബിക്ക് മാത്രം ഒരു നിയമവും ഇവിടുത്തെ ആദർശിന് വേറൊരു നിയമമാണോ? അല്ലേലും അബിയും അബിയുടെ അമ്മയൊക്കെ ഇവിടെ പുറമ്പോക്കല്ലേ? മുത്തശ്ശിയുടെ സ്വന്തം മകളല്ലല്ലോ അബിയുടെ അമ്മ. അപ്പോ അതുകൊണ്ട് സ്വന്തം അല്ലാത്ത രീതിയിലൊക്കെ തന്നെ നിങ്ങൾ അവരോട് പ്രതികരിക്കൂ. മനസ്സിൽ പോലും കരുതാത്ത കാര്യങ്ങൾ, ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പറയരുത്. ഞങ്ങളെ മക്കളെക്കാളും സൗഭാഗ്യങ്ങൾ കൊടുത്താണ് ഞങ്ങളെ ജലജയെ വളർത്തിയിട്ടുള്ളത്. ഒരു കുറവും ജലജയ്ക്ക് വരുത്തിയിട്ടില്ല. ഞങ്ങളെ മക്കള് പറയുന്നത് സാധിച്ചു കൊടുക്കുന്നേക്കാളും കൂടുതൽ ജലജ പറയുന്ന കാര്യങ്ങളാ അവളുടെ അച്ഛൻ സാധിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ മനുഷ്യനെ കുറിച്ച് മോൾ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല മുത്തശ്ശി. ഞാൻ അവസാനമായിട്ട് പറയാം, എന്റെ അബി എങ്ങനെയെങ്കിലും പുറത്തിറക്കണം. ഞാൻ മുത്തശ്ശിയുടെ കാല് പിടിക്കാണ്. ഇതും പറഞ്ഞ് കയ്യിലിരിക്കുന്ന കുഞ്ഞുമായിട്ട് മുത്തശ്ശിയുടെ കാല് പിടിക്കുന്നുണ്ട്. മോളെ കാലിന്ന് വിട്. എന്താ മോളെ കാണിക്കുന്നത്? ഇതും പറഞ്ഞുകൊണ്ട് നവ്യ എഴുന്നേൽപ്പിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുമായിട്ട് എന്തിനാ എന്റെ കാല് പിടിക്കുന്നത്? എനിക്ക് എന്റെ അബിയെ വേണം മുത്തശ്ശി. എങ്ങനെയെങ്കിലും എന്റെ അബിയെ എനിക്ക് കിട്ടണം. ഇനി മുത്തശ്ശി പറഞ്ഞാലേ മുത്തശ്ശൻ കേൾക്കൂ, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയി ചാവും. അയ്യോ അങ്ങനെയൊന്നും പറയാ. ഇതും പറഞ്ഞോണ്ട് നവ്യയുടെ വായ മൂടുന്നുണ്ടിട്ടോ മുത്തശ്ശി. ഒരിക്കൽ പോലും വെറുതെ എങ്കിലും ഇങ്ങനെയൊന്നും പറയരുത്. എന്നാ പിന്നെ മുത്തശ്ശി എന്റെ അബിയെ പുറത്തിറക്കാൻ പറ. ഈശ്വര, ഇത് വല്ലാത്തൊരു പരീക്ഷണമായല്ലോ. മുത്തശ്ശി എന്താ മുത്തശ്ശി ഒന്നും പറയാത്തത്? പറയും മുത്തശ്ശി, എന്നോടൊരു ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ എന്റെ അബിയെ പുറത്തിറക്കാൻ പറയും മുത്തശ്ശി. മുത്തശ്ശിനോട് പറഞ്ഞു നോക്കാം. മുത്തശ്ശിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. മുത്തശ്ശി പറയുന്നതെല്ലാം മുത്തശ്ശൻ കേൾക്കാറുണ്ട്. പക്ഷേ അദ്ദേഹം ശരിയല്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഞാൻ പറയാം മോളെ. ശരി മുത്തശ്ശി. ഒരിക്കലും ഇതാലോചിച്ച് വിഷമിക്കരുത്. എന്തെങ്കിലും ഒരു വഴിയുണ്ടോന്ന് ഞാൻ നോക്കട്ടെ. ശരി മുത്തശ്ശി. ഇതും പറഞ്ഞുകൊണ്ട് നവ്യ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. മുത്തശ്ശിയാണെങ്കിൽ ആകെ വിഷമിച്ചോണ്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നവ്യയും ജലജയും സംസാരിച്ചിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നയന വരുന്നതാണ്. ചേച്ചി, ഈ ചേച്ചി എന്നുള്ള വിളി കേട്ടിട്ട് നവ്യ ആദ്യം ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. നയനയെ കണ്ട പാടെ തന്നെ നവ്യ നയനയെ മൈൻഡ് ചെയ്യുന്നില്ല. ചേച്ചി, എന്ത് വേണം നിനക്ക്? ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ദേ നയനെ, എന്റെ സ്വഭാവം നീ മാറ്റരുത്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇനി നിങ്ങൾക്ക് ഞാൻ ചേച്ചിയല്ലെന്ന്. എനിക്ക് നിങ്ങൾ അനിയത്തിമാരുമല്ല. ചേച്ചി, അത് വാക്കാലെ പറഞ്ഞാലായില്ലല്ലോ. രക്തബന്ധം കൊണ്ട് ഞാനും നന്ദും ചേച്ചിയുടെ അനിയത്തിമാര് തന്നെയാ. അത് രക്തബന്ധം കൊണ്ടായിരിക്കും, പക്ഷെ അത് കഴുകി കളയാൻ പറ്റുമെങ്കിൽ ഞാൻ അങ്ങനെയും തയ്യാറാണ്. അത്രയ്ക്കും നിങ്ങളുടെ ചേച്ചിയാണെന്ന് പറയുന്നതിൽ എനിക്ക് അറപ്പും വെറുപ്പുണ്ട്. ചേച്ചി പറയുന്ന വാക്കുകൾ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ ജലജ പറയുന്നുണ്ട്, എന്തിനു തിരിച്ചെടുക്കണം? നിന്നെ പോലുള്ള അനിയത്തിമാരുണ്ടായതാ ഇവളുടെ ഏറ്റവും വലിയ ശാപം അല്ലേ നവ്യേ? അത് പറയണോ അമ്മേ? ഇവരെന്റെ അനിയത്തിമാരാണെന്ന പേര് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എന്റെ കുഞ്ഞിനോട് എന്നോട് ഒരു തുരുമ്പെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അബിയെ ജയിലിൽ കയറ്റാൻ ഇവളും കൂടെ നിൽക്കുമായിരുന്നോ? ചേച്ചി എപ്പോഴും ഇതന്നെ പറയുന്നുണ്ടല്ലോ. ഞാൻ വെറുതെ ഒന്നല്ല അവരുടെ കൂടെ നിന്നത്. അബിയുടെ ഭാഗത്ത് വ്യക്തമായ തെറ്റുണ്ടായതുകൊണ്ടാ.
എന്ത് തെറ്റാടി എന്റെ അഭി ചെയ്തത്? കുറച്ച് പണത്തിന് വേണ്ടിയിട്ട് അവിടെ ചെറിയൊരു തിരിമറി നടത്തിയതോ? ചെറിയ തിരിമറിയോ? ലക്ഷങ്ങളുടെ തിരിമറിയാ നടത്തിയിരിക്കുന്നത്. എങ്ങനെ നടത്താതിരിക്കും? വെറും ഒരു സ്റ്റാഫാക്കി ചിത്രീകരിക്കല്ലേ നിങ്ങൾ എന്റെ അബിയെ? 3-4 ബ്രാഞ്ച് നോക്കിക്കൊണ്ടിരുന്ന എന്റെ അബിയെ ഒരു ബ്രാഞ്ചിലേക്ക് നിങ്ങൾ ചുരുക്കി. അവസാനം അവിടുന്ന് എന്തൊക്കെയോ ഇല്ലാത്ത കെട്ടുകഥകൾ ഉണ്ടാക്കി എന്റെ അബിയെ ഒരു സ്റ്റാഫാക്കി. സ്റ്റാഫോട് കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് കുടുംബം കൂട്ടിമുട്ടിക്കാൻ പറ്റില്ലെന്ന് കണ്ടപ്പോ എന്റെ അബി ചെറിയ തിരിമറികൾ നടത്തി. അതൊന്ന് കണ്ണടച്ചാ തീരാവുന്ന പ്രശ്നമുള്ളായിരുന്നു. അത് നീയും നിന്റെ ഭർത്താവും കൂടി രസിച്ച് ഊതി വീർപ്പിച്ച് ഇത്രയും വലിയ പ്രശ്നമാക്കി എന്റെ അബിയെ ജയിലിൽ കയറ്റി. ഒരിക്കലും നിന്നെ ഒന്നും ഇനി എനിക്ക് അനിയത്തിയായിട്ട് കാണാൻ പറ്റില്ല. ശരി, ഞങ്ങൾ അനിയത്തിയായിട്ട് കാണണ്ട. പക്ഷെ ഇത്തരത്തിലുള്ള കുത്തുവാക്കുകൾ ചേച്ചിക്ക് നിർത്തിക്കൂടെ? എനിക്ക് ശത്രുക്കളായിട്ടുള്ളവരോടൊക്കെ ചിലപ്പോ ഞാൻ കുത്തുവാക്ക് പറഞ്ഞു നിരിക്കും. അവർക്കത് നോവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ നീ പറഞ്ഞല്ലോ എന്റെ അബി എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അതിനേക്കാളും വലിയ തെറ്റടി നിന്റെ ആദർശി ചെയ്തിരിക്കുന്നത്. പിന്നെ പണത്തിനും പ്രസക്തിക്കും വേണ്ടി നീ അയാളുടെ കൂടെ ഒട്ടിച്ചേർന്നിരിക്കുമല്ലേ? ദേ ചേച്ചി, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്തും ഞാൻ കേട്ടു നിൽക്കും എന്നും കരുതി എന്നെ ആദർശേട്ടനും ചേർത്ത് ഇതുപോലെ സംസാരിച്ചാലുണ്ടല്ലോ നീ എന്ത് ചെയ്യടി? എന്നെ കൊല്ലോ? കൊല്ലുന്നെങ്കിൽ കൊല്ലടി. നിങ്ങളുടെ ഒക്കെ കാൽച്ചവിട്ടില് നേരികെ ജീവിക്കുന്നേക്കാളും ഭേദം ഇത് തന്നെയാ. ചേച്ചിക്ക് ഇപ്പൊ ഞാൻ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിക്കടി, പറഞ്ഞിട്ട് പോടി പറയാനുള്ളതൊക്കെ. എന്റെ അബിയെ കുറിച്ച് പറയാൻ നിനക്കോ നിന്റെ ഭർത്താവിനോ യാതൊരു യോഗ്യതയും ഇല്ല. അത്രയ്ക്കും വൃത്തിയായിട്ട് തെറ്റാ നിന്റെ ഭർത്താവ് ചെയ്തിരിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ ആലോചിച്ച് നോക്കടി. നിന്റെ ഭർത്താവിന് ഇവിടുത്തെ സ്വന്തം മകന്റെ മകനാണെന്നുള്ള യോഗ്യത മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാ നിന്റെ ഭർത്താവ് ഇത്രയും വൃത്തിയിട്ട തെറ്റ് ചെയ്തിട്ടും ഇവിടെ രാജാവിനെ പോലെ വാഴുന്നത്. ഇവിടത്തെ എന്റെ അമ്മായിയമ്മയെ ദത്തെടുത്തതാണല്ലോ. അതുകൊണ്ട് അബിക്കും അമ്മയ്ക്കും ആ സ്ഥാനം മാത്രമേ ഇവിടുത്തെ കിളവൻ കൊടുക്കത്തുള്ളൂ. ദേ ചേച്ചി, മുത്തശ്ശനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. മുത്തശ്ശനെ തന്നെയാ പറയുന്നത്. അയാളും എനിക്ക് മുത്തശ്ശനല്ല. ഇപ്പോ അബിയെയും അബിയുടെ അമ്മയും സ്വന്തമായിട്ട് കാണാത്തെ അവരെ എങ്ങനെ എനിക്ക് മുത്തശ്ശനാകുന്നത്? ചേച്ചി ഒന്ന് ഓർത്തോ. ഇവരൊക്കെ ഉപ്പും ചോറും കൊടുത്ത് ഇത്രയൊക്കെ വളർത്തി വലുതാക്കിയില്ലേ? ഒരു കുറവും നിന്റെ ഈ അമ്മയ്ക്ക് വരുത്തിയിട്ടില്ല. ഈ പറഞ്ഞ മുത്തശ്ശനും മുത്തശ്ശിയൊന്നും അവരെയാണ് ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇവിടുത്തെ അവരുടെ സ്വന്തം മക്കളായ അച്ഛനും ഇളയച്ചനും കൊടുക്കുന്നേക്കാളും വലിയ പ്രാധാന്യ ഈ അപ്പച്ചിക്ക് കൊടുത്തിട്ടുള്ളത് മുത്തശ്ശനും മുത്തശ്ശിയും. അത് ദുരുപയോഗം ചെയ്തിട്ടാണ് അവര് മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനെ കണ്ടത്. അല്ലാതെ ചേച്ചി ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഇവര് ചേച്ചിയുടെ മനസ്സിൽ വിഷം കുത്തിവെക്കുക. ചേച്ചി ഒന്നോർത്തോ, ഈ പറയുന്നതൊന്നും പിന്നീട് തിരിച്ചെടുക്കേണ്ടി വരരുത്. പിന്നെ ഈ പറഞ്ഞ അബിയുടെ മഹത്വത്തെ കുറിച്ച് കൂടുതൽ വിളമ്പൊന്നും വേണ്ട. അബിയുടെ പഴയ ചരിത്രമൊക്കെ ഓരോന്ന് എടുത്തിട്ടാലുണ്ടല്ലോ ചേച്ചി മുങ്ങി താഴും. കൂടുതൽ അതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇതും പറഞ്ഞുകൊണ്ട് അവിടുന്ന് ദേഷ്യം പിടിച്ചു പോവാണ് കേട്ടോ നയന. ഇതൊക്കെ കേട്ടിട്ട് ജലജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അവള് പോകുന്ന പോക്ക് കണ്ടില്ലേ? എന്റെ മോനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞിട്ട്. എന്തൊക്കെ പറഞ്ഞാലും നവ്യേ, അവളുടെ ഭർത്താവല്ലല്ലോ ജയിലിൽ കിടക്കുന്നത്, നിന്റെ ഭർത്താവല്ലേ. അതുകൊണ്ട് അവക്ക് തല ഉയർത്തി എന്ത് വേണമെങ്കിലും പറയാം. അവസാനം നിനക്ക് എന്റെ അവസ്ഥ ആവുമല്ലോ എന്ന് ആലോചിച്ചിട്ടാ എനിക്ക് വിഷമം. ഞാനോ ഭർത്താവില്ലാതെ ഇവിടെ എങ്ങനെയൊക്കെയോ കടിച്ചു പിടിച്ച് ജീവിച്ചതാ. നിനക്കും അങ്ങനെ ഒരു അവസ്ഥ വന്നാ നീ എന്നേക്കാളും ബുദ്ധിമുട്ടി ഇവിടെ നെരുങ്ങി ജീവിക്കേണ്ടി വരും നവ്യേ. അതിനേക്കാളും ഭേദം നീ എങ്ങനെയെങ്കിലും നിന്റെ ഭർത്താവിനെ സ്വന്തം വരുതിയിൽ വരുത്തുന്നതാ. അവള് പോട്ടെ അമ്മേ, അവക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. എന്റെ അബിയെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം. അബിയെ പുറത്തിറക്കി കഴിഞ്ഞ പിന്നെ ഈ കുടുംബം കുട്ടിച്ചോറാക്കി ശിഥിലമാക്കും ഞാൻ. നവ്യ പറഞ്ഞത്. അവളെ അങ്ങനെ കുട്ടിച്ചോറാക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താ അമ്മേ? വേറൊന്നുമല്ല, ഇപ്പൊ ഒരു സന്തതി പിറക്കാൻ പോകുന്നുണ്ടല്ലോ. അധികം വൈകാതെ ആ സന്തതി പിറന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കുടുംബത്തിന്റെ മൊത്തം അവകാശം ആ സന്തതിക്കായിരിക്കും. നിന്റെ കുഞ്ഞിനെ അവർ പുറമ്പോക്ക് പോലെ കാണും. അതെങ്ങനെയാ? എന്റെ കുഞ്ഞല്ലേ ഇവിടുത്തെ മൂത്ത കുഞ്ഞ്. എന്റെ മോളെ ഞാനേ പുറമ്പോക്കാ. എന്റെ മകന്റെ കുഞ്ഞല്ലേ ഇത്. ആ സ്ഥാനമേ ഈ കുഞ്ഞിന് കിട്ടത്തുള്ളൂ. പിന്നെ അബിയുടെ പേരും പറഞ്ഞ് ഈ കുഞ്ഞിനെ ഓരോന്ന് പറഞ്ഞ് അവർ താഴ്ത്തി കെട്ടാൻ തുടങ്ങും. അതുകൊണ്ട് എല്ലാം മുളയിലെ നുള്ളുന്നതല്ലേ നല്ലത്. അമ്മ എന്തൊക്കെയാ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വേറൊന്നും അല്ല മോളെ, ആ കുഞ്ഞ് ജനിക്കുന്നത് നമുക്ക് തടയണം. എന്ത് അമ്മ എന്താ ഈ പറയുന്നത്? അതെ, ആ കുഞ്ഞ് ജനിക്കുന്നത് നമുക്ക് തടഞ്ഞേ പറ്റൂ. അതാണ് നമ്മുടെ ആദ്യത്തെ പിടിവള്ളി. ഏയ് അതൊന്നും വേണ്ട. അതെന്താ വേണ്ടാത്തത്? നിന്റെ അനിയത്തിയെ, അവള് ബുദ്ധിയുള്ളവളാണ്. അനന്തപുരിയിലെ സുഖമായിട്ട് അവൾ വാഴും. അത് നിനക്ക് കാണണോ? പിന്നെ ആദർശിനെ പോലെ അവളുടെ കുഞ്ഞിനായിരിക്കും ഇവിടെ സ്ഥാനം. അത് മുളയിലെ നുള്ളി കളയുന്നതല്ലേ നവ്യ നല്ലത്. ഏയ് അത് വേണ്ട. എന്തോ അതിനെനിക്ക് കൂട്ടു നിൽക്കാൻ തോന്നുന്നില്ല. നവ്യെ, നിന്റെ അനിയത്തിയെ ഒന്നും അല്ലല്ലോ കൊല്ലാൻ നോക്കുന്നത്. അനിയത്തിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയല്ലേ. വേണമെങ്കിൽ കുറച്ചു കഴിഞ്ഞ് വിചാരിച്ച് അവക്ക് വീണ്ടും ഒരു കുഞ്ഞുണ്ടാവില്ലേ? പക്ഷെ അതല്ല, ഒരു ജീവൻ നമ്മൾ നശിപ്പിക്കണ്ടേ? ആയിക്കോട്ടെ, എന്താ ഏതെന്നില്ലാത്ത ഒരു കുഞ്ഞിനെ നശിപ്പിക്കല്ലേ. അല്ലാതെ ആ കുഞ്ഞ് ഉടലോടെ ഇങ്ങോട്ട് വന്നിട്ടൊന്നും ഇല്ലല്ലോ. പക്ഷെ അതല്ല അമ്മേ, ഒരു ജീവനും നമുക്ക് എടുക്കാനുള്ള അവകാശമില്ല എന്നും കരുതി ആ കുഞ്ഞിനെ നശിപ്പിക്കുന്നതിൽ എന്താ ഒരു തെറ്റ്? ദേ, നിനക്കും നിന്റെ ഭർത്താവിനും വേണ്ടിയാ ഞാൻ ഈ പറയുന്നതൊക്കെ. എനിക്കെന്തോ അതിനോടൊരു യോജിപ്പില്ല.
നീ ഇതിനെക്കുറിച്ച് ഇപ്പം പറയണ്ട, ഒന്ന് ആലോചിക്ക്, അതിനുശേഷം പറഞ്ഞാ മതി. ഇതൊക്കെ ഒരു തുടക്കം മാത്രാ മോളെ. അവളെ കൊല്ലാനൊന്നും അല്ലല്ലോ നമ്മൾ നോക്കുന്നത്, അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലാനല്ലേ. അത് ഇത്ര വലിയ തെറ്റൊന്നും അല്ല. മോൾ ഇരുന്ന് ആലോചിക്ക്. എന്നാ വക്കീൽ വിളിച്ചിരുന്നു, ഞാനൊന്ന് തിരിച്ചു വിളിച്ചാട്ടെ. ഇതും പറഞ്ഞുകൊണ്ട് അവിടുന്ന് ജലജ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിനെ മുത്തശ്ശിയാണ്. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതെന്താ നീ പറയാത്തതെന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നോടോ വസുന്ധരെ. അവസാനം അവരുടെ അവസാന തടവും അവര് പയറ്റിയല്ലേ. എനിക്ക് ആ കുഞ്ഞിന്റെ കണ്ണീര് കണ്ടോണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഇദ്ദേഹം എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്ക്. എന്ത് വഴി ഉണ്ടാക്കാനോടോ വസുന്ധര? ഞാന് അത്രയും വലിയ തെറ്റ് ചെയ്തൊരു ക്രിമിനലിനെ പുറത്തിറക്കാൻ വേണ്ടി ഞാൻ അവന് വക്കാലത്ത് പറയാൻ ചെല്ലണോ? അതെന്റെ ഒരു പരാജയമായി പോവില്ലടോ വസുന്ധരെ. ഞാൻ അവിടെ തല താഴ്ത്തി നിൽക്കേണ്ടി വരില്ലേ? പക്ഷെ എന്ത് ചെയ്യാനാ? നിങ്ങൾ തല താഴ്ത്തണ്ട. നന്ദമോളോട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം. അതിന് നിങ്ങൾ സമ്മതം തന്നാ മതി. വസുന്ധരെ, തനിക്ക് അങ്ങനെയൊക്കെ പറയാം, പക്ഷേ അവൻ ശിക്ഷ അനുഭവിക്കേണ്ടവരാണ്. ഇനിയിപ്പൊ നമ്മൾ പറഞ്ഞാലും നന്ദമോൾ അവനെ വിട്ടയക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാത്തിനും ഉപരി അവൻ ചെയ്ത തെറ്റ് ഒരു പെൺകുട്ടിയെ വഞ്ചിച്ചതാ. അത് നന്ദുവിന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ നവ്യമോളോട് ഞാൻ എന്താ പറയാ? ഇദ്ദേഹം തന്നെ എന്തെങ്കിലും പറഞ്ഞതാ? നന്ദുവിനോട് പറഞ്ഞിട്ട് നന്ദു സമ്മതിക്കുന്നില്ലെന്ന് പറ. അല്ലാതെ നമുക്ക് മറ്റൊന്നും പറയാൻ പറ്റില്ല വസുന്ധരെ. പിന്നെ കാണിക്കുന്നത് നവ്യാണ് കേട്ടോ. നവ്യ നയനയെ നോക്കി ഒരു ഭാഗത്ത് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ സ്വയം ചിന്തിക്കുന്നുണ്ട്, നയനയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ഞാൻ കൂട്ടു നിൽക്കാൻ പാടില്ല. എത്രയൊക്കെ പറഞ്ഞാലും രക്തബന്ധം ആവാതിരിക്കില്ലല്ലോ. എന്തായാലും അവളോട് ഒരു തവണയും കൂടി ചോദിച്ചു നോക്കാം, എന്റെ അബിയെ പുറത്തിറക്കോ ഇല്ലേന്ന്. എന്നിട്ട് തീരുമാനിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ. ഇതും പറഞ്ഞുകൊണ്ട് നവ്യ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. നയനെ, ചേച്ചിയോ? ദേ, നിന്നോടിപ്പോ വഴക്കുണ്ടാക്കാനൊന്നുമല്ല ഞാൻ വന്നത്. പകരം എനിക്കൊരു കാര്യം പറയാനാ. ചേച്ചി പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ചേച്ചിയുടെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും സ്റ്റേഷനിൽ നിന്ന് ഇറക്കണമെന്ന് പറയാനല്ലേ? അതെ, എനിക്ക് എന്റെ അബിയെ എങ്ങനെയെങ്കിലും ഇറക്കണം. അതേ എനിക്കിപ്പൊ നിന്നോട് പറയാനുള്ളൂ. ദേ നയനെ, നിന്റെ കാല് വേണമെങ്കിൽ ഞാൻ പിടിക്കാം. എന്റെ അബിയെ എങ്ങനെയെങ്കിലും പുറത്തിറക്ക്. നടക്കില്ല ചേച്ചി. ഈ കാര്യം പറഞ്ഞ് ചേച്ചി എന്റെ അടുത്തോട്ട് വരണ്ട. അപ്പോ നന്ദുവിനെ പോലെ തന്നെയാണല്ലേ നീ? അതുപോലെ തന്നെ നിൽക്കാനാണ് നിന്റെ ഭാവം. ചേച്ചി, ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു തെറ്റല്ല അവൻ ചെയ്തിരിക്കുന്നത്. പിന്നെ എങ്ങനെയാ ചേച്ചി? നിർത്തടി. നീ എന്റെ അബിയുടെ തെറ്റൊന്നും വിളമ്പട്ട. മര്യാദയ്ക്കാ ഞാൻ നിന്നോട് വന്ന് ചോദിച്ചത്. എന്റെ അബിയെ പുറത്തിറക്കാൻ പറ്റോ ഇല്ലയോ പറ. ഈ ശബ്ദം കേട്ടിട്ട് ഒരു ഭാഗത്തുനിന്ന് ജലജ ഒളിഞ്ഞു നോക്കുന്നുട്ടോ. ഇപ്പൊ അങ്ങോട്ടേക്ക് പോകുന്നത് പന്തിയല്ല. അവര് തമ്മിൽ നല്ല രീതിക്ക് വഴക്കിടട്ടെ. അതിനുശേഷം നവ്യയെ പറഞ്ഞ് കുത്തി തിരിക്കുക. അപ്പൊ നയന് പറയുന്നുണ്ട്, നടക്കില്ലെന്ന് പറഞ്ഞ നടക്കില്ല ചേച്ചി. അതിന് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. അവൻ ഒരു കുറ്റവാളിയും കൂടിയാണ്. കുറ്റവാളിയോ? എന്ത് കുറ്റവാളി? എന്റെ അബി ചെയ്ത കുറ്റത്തെക്കാളും വലിയ കുറ്റമല്ലേ നിന്റെ ഭർത്താവ് ചെയ്തിരിക്കുന്നത്? ചേച്ചി എന്തിനാ ചേച്ചിയുടെ ഭർത്താവിനെ പറയുമ്പോ എന്റെ ഭർത്താവിനെ പറയുന്നത്? അത് ശരി, നിന്റെ ഭർത്താവ് വലിയ തെറ്റ് ചെയ്ത് നെളിഞ്ഞു നിവർന്ന് നടക്കുന്നതുകൊണ്ട്. ചെറിയൊരു പണത്തിനു വേണ്ടി തെറ്റ് ചെയ്തപ്പോ എന്റെ അബിയെ പിടിച്ച് നിങ്ങൾ ജയിലിലിട്ടു. ഒരു പെണ്ണിനെ വഞ്ചിച്ച് കോമാ സ്റ്റേജിലാക്കിയതൊന്നും വലിയ തെറ്റല്ല. ദേ ചേച്ചി ഇനി ഓരോന്ന് പറയാനാണ് ഉദ്ദേശമെങ്കിൽ എന്റെ വായിന്ന് ചേച്ചി പല സത്യങ്ങൾ അറിയേണ്ടിയിരിക്കും. അങ്ങനെ സത്യം വല്ലതും പറയാനുണ്ടെങ്കിൽ തുറന്ന് പറയടി. അല്ലാതെ മനസ്സിൽ വെച്ചോണ്ട് നിൽക്കല്ല വേണ്ടത്. ചേച്ചി, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. എന്റെ ആദർശേട്ടൻ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, പറയടി. ഇനി എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറയും. അങ്ങേരൊരു വൃത്തികെട്ടവനാ. ചേച്ചി നിർത്തടി. എനിക്ക് പറയാനുള്ളത് മുഴുവൻ നീ കേക്ക്. ഒരു പെണ്ണിനെ വഞ്ചിച്ച് ആ പെണ്ണിനൊരു കുഞ്ഞിനെയും കൊടുത്തിട്ട് ആ കുഞ്ഞിനെയും കൊണ്ട് അവളോട് നാട് കടക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ പെണ്ണ് ആ കുഞ്ഞിനെയും കൊണ്ട് കഷ്ടപ്പെട്ട് അന്യ നാട്ടിൽ പോയി ജീവിച്ചു. അവക്ക് കുടുംബമില്ല, കൂട്ടരുമില്ല. അങ്ങനെ ഇല്ലാതാക്കിയതാരാ? നിന്റെ വൃത്തികെട്ട ഭർത്താവ്. അത് മാത്രമല്ല, ആ പെണ്ണ് ആ കുഞ്ഞിനെയും കൊണ്ട് അവിടെ കഷ്ടപ്പെട്ട് നെരുങ്ങിയ ജീവിച്ചത്. വലിയൊരു അസുഖം തനിക്കുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ ചതിച്ച പുരുഷനെ കുഞ്ഞിനെ ഏൽപ്പിക്കാൻ വേണ്ടിയാണ് അവൾ ഇങ്ങോട്ട് വന്നത്. വീണ്ടും അവൾ ഓരോന്ന് പറഞ്ഞ് അകറ്റി നിർത്തി. അവസാനം അവർക്ക് ഇവിടുത്തെ മുത്തശ്ശനെ വിളിച്ച് പറയേണ്ടി വന്നു, ഇങ്ങനെ ഒരു കുഞ്ഞ് ഇവിടുത്തെ മകന്റെ കുഞ്ഞാണെന്നുള്ളത്. അങ്ങനെ ആ പെണ്ണിനെയും വഞ്ചിച്ച് ഇവിടെ മറ്റൊരുത്തേയും കെട്ടി സുഖിച്ച് ജീവിക്കും അവൻ. ആദർശ് എന്ന് പറയുന്ന വൃത്തിയിട്ട മനുഷ്യൻ. ഇങ്ങനെ അയാൾക്ക് പുറമെ എത്ര പെണ്ണുങ്ങൾ ഉണ്ടാവുമെന്ന് ആര് കണ്ടു? പല നാടുകളിലായിട്ട്. ഇത് പറഞ്ഞപ്പോ തന്നെ നയനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നയന കൈ വീഴ്ചിട്ട് നവ്യയുടെ മുഖത്തൊരെണ്ണം കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോ തന്നെ ജലജാകുമെന്ന് ഞെട്ടിപ്പോവാണ് കേട്ടോ. ഷോ, എന്തൊരു അടിയാണത്! 5 വിരലും ശരിക്കും പതിഞ്ഞു കാണുന്നൊക്കെ ജലജ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, എടി നീ എന്നെ തല്ലിയല്ലേ? തല്ലും, വേണ്ടി വന്ന നിന്നെ കൊല്ലുകയും ചെയ്യും. അതൊക്കെ അറപ്പും വെറുപ്പും വരുന്ന വർത്തമാനങ്ങളാ നിന്റെ വായിന്ന് വരുന്നത്. ഇനിയും ഞാൻ സത്യം പറഞ്ഞില്ലെങ്കിൽ നീയെ എന്റെ ഭർത്താവിന് ഒരുപാട് അങ്ങ് തരം താഴ്ത്തി കെട്ടുപടി. എന്നാ ഇത് കേട്ടോണ്ടാണ് കേട്ടോ ദേവേനെ അങ്ങോട്ട് വരുന്നത്. എന്തു പറ്റി? എന്താ നയനെ? അമ്മേ, ഇവൾ ആദർശേട്ടനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞെന്നറിയോ? അതേര് കടന്നു പോയ അമ്മ ഇവള്. അവൾ എന്തെങ്കിലും പറയട്ടെ. അവൾ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി മോൾ എന്തിനാ അവളോട് വഴക്കൂടാൻ ചെല്ലുന്നത്? അമ്മേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ. പറയാനുള്ളതൊക്കെ പറയട്ടെ അമ്മായി. അവളിപ്പെന്നെ തല്ലി,
സ്വന്തം ചേച്ചി അവൾ ആവശ്യമില്ലാതെ തല്ലി. അവളുടെ ഭർത്താവിനെ പറഞ്ഞതിന് അവക്ക് നൊന്തു. അപ്പൊ പിന്നെ എന്റെ ഭർത്താവിനെ പറഞ്ഞ എനിക്ക് നോവില്ലേ? ദേ നവ്യെ, കൂടുതൽ ഞങ്ങളെ എരിശം കേട്ട് ഞങ്ങളെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. മോളെ നൈനെ, നീ വന്നേ. അമ്മേ വാ മോളെ, വെറുതെ ഇവരുമായിട്ടൊന്നും വഴക്ക് കൂടാൻ നിൽക്കണ്ട. ഇതും പറഞ്ഞുകൊണ്ട് നൈനെ അവിടുന്ന് പിടിച്ചോണ്ട് പോവാൻ കേട്ടോ. ആ സമയത്താണ് ജലജ പതുക്കെ അങ്ങോട്ട് വരുന്നത്. അയ്യോ എന്തു പറ്റി മോളെ? എന്താ നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്? അയ്യോ ഇതെന്താ കവളത്തൊരു വലിയ പാട്. അമ്മേ അവൾ എന്നെ തല്ലി. ആ നയന. അവള് നിന്നെ തല്ലിയോ? തല്ലി അമ്മേ. അവളെ വെറുതെ വിട്ടൂടാലോ. അമ്മേ എന്റെ ഭർത്താവിന് ജയിലിൽ നിറയ്ക്കാൻ വേണ്ടി ശാന്തമായി സംസാരിക്കാനാണ് ഞാൻ വന്നത്. പക്ഷേ അവൾ എന്റെ തലയിൽ കയറി നിരങ്ങുക. അതിന് വിട്ടപ്പോ പറയാൻ പാടില്ലാത്തത് ഞാൻ പറഞ്ഞു. അതിനവൾ എന്നെ തല്ലിയത്. പറയാൻ പാടില്ലാത്തതോ? നീ ചിലപ്പോ ആദർശിനെ കുറിച്ച് പറഞ്ഞു കാണും. അത് പറയാൻ പാടില്ലാത്തതാണോ? ഒരിക്കലും അല്ല. അവളെ വിളഞ്ഞ വിത്താ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, നിന്നോട് സ്നേഹമില്ലാത്ത അനിയത്തിമാരോട് നീ എന്തിനാ അനുകമ്പ കാണിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നമുക്ക് നശിപ്പിക്കാന്ന്. ആ സമയം നവ്യ ഒന്നുകൂടി ആലോചിക്കുന്നിട്ടോ. അതെ അമ്മേ, ഞാൻ ഇനി എന്തിനാ അവരോടൊക്കെ സഹതാപം കാണിക്കുന്നത്? അതെ, ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. ദേ നീ വിചാരിച്ച അവളുടെ കുഞ്ഞിനെ കളയാൻ വലിയ പ്രയാസമൊന്നുമില്ല. കുഞ്ഞെങ്കിൽ കുഞ്ഞ്. അവൾ എത്ര ട്രീറ്റ്മെന്റ് ചെയ്ത് ഉണ്ടാക്കിയ കുഞ്ഞാണെങ്കിലും അവക്ക് നഷ്ടം വരുന്നത് എനിക്ക് കാണണോ അമ്മേ, എന്റെ കണ്ണുകൊണ്ട്. എന്നാ പിന്നെ നമുക്ക് അടുത്ത പണിയിലോട്ട് കടക്കാം. ദേ അമ്മയും അച്ഛനും സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഹബിയെ പുറത്തിറക്കാൻ വേണ്ടി അമ്മ പറഞ്ഞെങ്കിലും അച്ഛൻ അത് പുഷ്പം പോലെ എടുത്തു കളയാ ചെയ്തത്. എന്നാ പിന്നെ അമ്മേ, നമുക്ക് ഇനി ആരെയാ നോക്കാനുള്ളത്? ഈ കുടുംബത്തിന്റെ അടിവേരിളക്കണം നമുക്ക്. അല്ല, നയനയുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റമ്മേ? അതിന് നല്ലൊരു ഐഡിയ എനിക്കറിയാം. എന്താ ഐഡിയ? അവളെ സ്റ്റെപ്പിന്ന് തള്ളി താഴെ ഇടണം. തള്ളി താഴെ ഇടാനോ? അപ്പോ നയനയ്ക്ക് എന്തെങ്കിലും സംഭവിക്കില്ലേ? അവക്കെന്തെങ്കിലും സംഭവിക്കട്ടെ. നിനക്ക് വരെ സംഭവിച്ചാലും അവക്കൊരു കുഴപ്പമില്ല. അങ്ങനെ ഒരുത്തിയെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണുന്നത്? ഏയ് അത് വേണ്ട. നയനയുടെ കുഞ്ഞിനെ മാത്ര ഞാൻ ഇല്ലാതാക്കാൻ നോക്കുന്നത്, അല്ലാതെ അവളെയല്ല. കുഞ്ഞെങ്കി കുഞ്ഞ്. ഇവക്കിപ്പോഴും അവളോട് ദയാ. പറഞ്ഞിട്ട് കാര്യമില്ല, രക്തബന്ധല്ലേ. കുഞ്ഞെങ്കി കുഞ്ഞ്. അമ്മ എന്താ ആലോചിക്കുന്നത്? ഏയ് കുഞ്ഞെങ്കി കുഞ്ഞ്. നമുക്ക് കുഞ്ഞിനെങ്കിലും കൊല്ലാം. എനിക്ക് ഇതിനോട് വലിയ യോജിപ്പൊന്നുമില്ല. പക്ഷെ അവൾ എന്നോട് ഇങ്ങനെയാ പ്രതികരിക്കുന്നത്. അതുകൊണ്ട് അവളുടെ കുഞ്ഞു പോലെ എനിക്കൊരു കുഴപ്പമില്ല. ഈ ഉറച്ച നിലപാട് എപ്പോഴും ഉണ്ടാവണം. അമ്മ പറ, എന്ത് ചെയ്യാൻ പറ്റും അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ? സ്റ്റെപ്പിന്ന് തള്ളി താഴെയിടുന്ന പരിപാടിയൊന്നും വേണ്ട. അങ്ങനെ വല്ലതും ചെയ്താലേ അത് അവക്കും കൂടി ചിലപ്പോൾ എന്തെങ്കിലും തട്ടാനുള്ള സാധ്യതയുണ്ട്. അവളുടെ കുഞ്ഞിനെ മാത്രം നമുക്ക് ടാർഗറ്റ് ചെയ്താൽ മതി. എന്നാ പിന്നെ അവക്ക് ജ്യൂസിലോ ഭക്ഷണത്തിലോ വല്ലതും കലർത്തി കൊടുക്കാം. പക്ഷേ അങ്ങനെയൊക്കെ കലർത്തി കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഹോസ്പിറ്റലുകാർ കണ്ടെത്തില്ലേ? അതൊക്കെ കണ്ടെത്തും. പക്ഷേ അത് കണ്ടെത്താതിരിക്കാൻ എന്തെങ്കിലും ഒരു വിദ്യ ഉണ്ടോന്ന് നമുക്ക് നോക്കാം. എങ്ങനെ നോക്കുമേ? എനിക്കറിയാവുന്ന ഒരു ഡോക്ടറുണ്ട്. ഞാൻ അയാളെ ഒന്ന് വിളിക്കട്ടെ. എന്നിട്ട് ഇതിനെന്തെങ്കിലും പോംവഴിയുണ്ടോന്ന് ആലോചിക്കാം. ശരി അമ്മേ. അങ്ങനെ ജലജ സ്ഥിരം വിളിക്കാറില്ല ആ ഒരു ആൺ ഡോക്ടർ ഇല്ലേ, അയാൾക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. ഹലോ ശ്യാം. ജലജ പറയൂ. ശ്യാമ് തിരക്കിലാണോ? ഞാൻ റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ പുറത്താ. എന്റെ വൈഫിന്റെ കൂടെയാ. വൈഫോ അത് വേറെ ആരെങ്കിലോ? ദേ ജലജെ, നീ അങ്ങനെയൊന്നും പറയാതെ. എന്റെ വൈഫ് തന്നെയാണേ. നിന്നെ എനിക്ക് കോളേജ് കാലം തൊട്ടേ അറിയാലോ, അതുകൊണ്ട് ചോദിച്ചതാ. അതൊക്കെ വിട്. നീ എന്തിനാ വിളിച്ചത്? അതെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യ? വേറെന്തെങ്കിലും വള്ളിക്കേസാണോ? അതെ, നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റോ? ഞാൻ പിന്നെ നിന്റെ കൂടെ നിൽക്കാറില്ലേ ജലജെ? എനിക്കൊരു അബോർഷൻ ടാബ്ലറ്റ് വേണം. അബോർഷൻ ടാബ്ലറ്റോ? അതെന്തിനാ? അല്ല, ഈ വയസ്സുകാലത്ത് പണി പറ്റിച്ചോ? ദേ ശ്യാമേ, എന്റെ വായിലിരിക്കുന്നത് കേൾപ്പിക്കരുത്. എന്റെ ഭർത്താവ് ഇവിടെ ഇല്ലല്ലോ. അയ്യോ, ഞാനതങ്ങ് മറന്നു. അതെ, പുള്ളിക്കാരനെ ഞാൻ പുറത്തു വെച്ച് കണ്ടിരുന്നു കേട്ടോ. അയാളെ കുറിച്ച് നീ എന്നോട് കൂടുതലൊന്നും പറയണ്ട. എനിക്ക് അയാളെ കുറിച്ചൊന്നും കേൾക്കണമെന്നില്ല. ദേ, അയാളെ ഇപ്പോഴും സിംഗിൾ ആയിട്ടാണ് കഴിയുന്നത്. ശ്യാം, ഞാൻ നിന്നെ വിളിച്ചത് അതിനല്ല. ശരി, നീ ഇത് പറ, എന്താ കാര്യം? ഇവിടെ ഒരുത്തിക്ക് ഗർഭമുണ്ട്. നിനക്കെന്താ ജലജെ? ആർക്കെങ്കിലും ഗർഭമുണ്ടെങ്കിൽ അതെന്തിനാ അലസിപ്പിക്കാൻ നീയായിട്ട് ഓരോ വിദ്യ കണ്ടെത്തുന്നത്? ഇതൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ? വീട്ടിലൊരു ഗർഭിണി ആവുന്നതൊക്കെ. അതെ, എനിക്ക് അതിന് സന്തോഷിക്കാൻ പറ്റുന്ന കാര്യമല്ല. ശരി ശരി. അല്ല, ഞാനിപ്പോ എന്ത് വേണം? അവളുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ നീ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഞാനോ? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റാനാ ജലജെ? നീ കൂടുതലൊന്നും ചെയ്യണ്ട. എനിക്ക് അവൾക്ക് വലത് കലക്കി കൊടുക്കാൻ ഒരു ടാബ്ലറ്റ് എന്തെങ്കിലും തന്നാ മതി. അങ്ങനെ വെറുതെ ഒന്ന് ടാബ്ലറ്റ് എഴുതി തരാൻ പറ്റില്ല ജലജെ. അത് മാത്രല്ല, ഞാനിപ്പൊ നാട്ടിലുള്ള. ആ ടാബ്ലറ്റ് നിനക്ക് പിന്നെ എങ്ങനെ കിട്ടാനാ? എന്തെങ്കിലും ഒരു വഴിയുണ്ടോന്ന് നോക്ക് ശ്യാം. ഒരു വഴിയുണ്ട്. ഞാൻ എന്റെ ഒരു ശിഷ്യനെ വേണമെന്നുണ്ടെങ്കിൽ ജലജയുടെ അടുത്തോട്ട് പറഞ്ഞു വിടാം. ദേ, ഇങ്ങോട്ടൊന്നും പറഞ്ഞു വിടല്ലേ. ഞാൻ പുറത്ത് എവിടെയെങ്കിലും കാണാൻ വരാം. അപ്പൊ എന്റെ കയ്യിൽ ഏൽപ്പിച്ചാ മതി. എന്നാ പിന്നെ നീ വൈകിട്ട് ഇറങ്ങിക്കോ, ഞാൻ അവനെ ഏൽപ്പിക്കാം. പിന്നെ ഈ ടാബ്ലറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഹോസ്പിറ്റലിൽ ചെന്നാലേ വല്ല ചെക്കപ്പോ നടത്തി കഴിഞ്ഞാൽ ഈ ടാബ്ലറ്റ് അകത്തെത്തിയിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും.
അയ്യോ, അപ്പൊ നമ്മൾ പിടിക്കപ്പെടില്ലേ? പിടിക്കപ്പെടും, അല്ലാതെ വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല ജലജെ. നിനക്ക് എന്തെങ്കിലും ഒരു വഴി അറിയാതിരിക്കില്ല. ദേ, അതിനാ ഞാൻ നിന്നെ ഇപ്പൊ വിളിച്ചത്. നിനക്ക് പണത്തിന്റെ വല്ല ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരാം. പണത്തിന് തന്നെ ആവശ്യം ജലജെ. എന്നാ പറ, നിനക്ക് എത്രയാ വേണ്ടത്? അത് പിന്നെ പറ ശ്യാം. എനിക്കൊരു 1.5 ലക്ഷം രൂപ തരുമോ? 1.5 ലക്ഷമോ? ഒരു ടാബ്ലറ്റിനോ? വല്ല 50,000 മറ്റോ തരാം. കോടീശ്വരിയായ ജലജയ്ക്ക് 1.5 ലക്ഷം തരാനൊക്കെ ഇത്രയും വലിയ പ്രയാസം എന്താ? കോടീശ്വരി എന്ന പേരേ ഉള്ളൂ, അതൊന്നും ഇവിടുന്ന് എനിക്ക് കിട്ടുന്നില്ല. ശരി, എന്നാ പിന്നെ ഒരു 1 ലക്ഷം തന്നോ. ഇനിയും കുറയില്ലേ? കുറയില്ല ജലജെ. എന്നാ പിന്നെ 1 ലക്ഷം എങ്കിൽ 1 ലക്ഷം. നീ ആ ടാബ്ലറ്റ് എങ്ങനെയും താ. ദേ, ഈ ടാബ്ലറ്റിന് വേറൊരു പ്രത്യേകതയുണ്ട്. അതെന്താ? ഇത് കഴിച്ച ആളെ പിന്നെ ഗർഭിണിയാവാൻ സാധ്യത കുറവായിരിക്കും. അങ്ങനെയൊന്നും വേണ്ട. പിന്നെ വേറെ ടാബ്ലറ്റ് ഒന്നും എന്റെ പരിചയത്തിലില്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ നാട്ടിൽ വേണം. അതും നടക്കുന്നില്ലല്ലോ. പക്ഷെ ഇതെങ്ങാനും ചെയ്തു കഴിഞ്ഞാൽ പിടിക്കപ്പെടോ? ഒരിക്കലും പിടിക്കപ്പെടില്ല. പിന്നെ ഗർഭിണിയാവാനുള്ള സാധ്യത കുറവായിരിക്കും. അങ്ങനെ ജലജ മനസ്സിൽ കരുതാണ് കേട്ടോ. ഇതെന്തായാലും നവ്യയോട് പറയാൻ പറ്റില്ല. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നവ്യ ചിലപ്പം ഇതിന് സമ്മതിക്കില്ല. ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ശ്യാം ഇങ്ങോട്ട് ചോദിക്കുന്നത്, ജലജെ നീ എന്താ ആലോചിക്കുന്നത്? അത് പിന്നെ ശ്യാമെ, വേറെ മാർഗമൊന്നും ഇല്ലേ? ദേ ജലജെ, ഞാനിവിടെ എൻജോയ് ചെയ്യാൻ വന്നതാ. നീ വെറുതെ എന്നെ ഇങ്ങനെ സമയം വേസ്റ്റ് ആക്കിപ്പിക്കല്ലേ. നീ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു താ ശ്യാമേ. എന്റെ ഐഡിയ ഇപ്പൊ ഇതേ ഒരു മാർഗമുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ നാട്ടിലോട്ട് വരണം. ഞാൻ വരണം എന്നുണ്ടെങ്കിൽ ഒരു 10-20 ദിവസം എന്തായാലും പിടിക്കും. അതുവരെ കാത്തു നിൽക്കാനുള്ള ക്ഷമയൊന്നുമില്ല. അപ്പോഴത്തേക്കും എന്റെ മരുമകളുടെ മനസ്സ് മാറും. എന്ത് മരുമകളുടെ മനസ്സോ? മരുമകൾക്കാണോ ഇത്? മരുമകൾ ഒന്ന് പ്രസവിച്ചതാ. അവളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് മറ്റവളുടെയാ, ദേവ്യാനിയുടെ മരുമകളുടേത്. ഓ, ദേവ്യാനിയുടെ മരുമകളുടേതാണോ? അതെ, ദേവ്യാനിക്കിട്ടൊരു പണി കൊടുക്കണം എന്ന് ഞാൻ ആദ്യമേ ആലോചിച്ചതാ. എന്തായാലും ആ മെഡിസിൻ ഞാൻ അവിടെ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. ബാക്കി കാര്യങ്ങൾ നീ എന്ത് വേണമെന്ന് തീരുമാനിക്കേ. നിന്റെ മരുമകളൊന്നും അല്ലല്ലോ, ദേവ്യാനിയുടെ മരുമകളല്ലേ. ഇനിയിപ്പോ കുഞ്ഞുണ്ടായില്ലെങ്കിലും എന്താ കുഴപ്പം? അത് നീ പറഞ്ഞത് ശരിയാ. അവക്ക് ആ ജന്മം കുഞ്ഞുണ്ടാവരുത്. അങ്ങനെ എന്റെ പേരക്കുട്ടിക്ക് വേണം ഈ സ്വാധീനം മൊത്തം കിട്ടാൻ. എന്നാ പിന്നെ ശരി, ഞാൻ അത് എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. ശരി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ജലജ നേരെ നവ്യയുടെ അടുത്തോട്ട് ചെല്ലാണ്. നവ്യേ മോളെ. എന്തായി അമ്മേ? ഞാൻ ഡോക്ടർ ശ്യാമിനെ വിളിച്ചു. അവൻ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു മെഡിസിനാ പറഞ്ഞു തന്നത്. ആ മെഡിസിൻ വല്ലതിലും കലർത്തി കൊടുത്താൽ മതി. അവക്ക് ദേവ്യാനി ഭക്ഷണം ഉണ്ടാക്കി വെക്കുമല്ലോ, ആ സമയത്ത് നമുക്ക് അതിൽ കലർത്താം. അല്ലമ്മേ, ഈ മെഡിസിൻ ഒക്കെ കലർത്തി കൊടുക്കണോ? അതിനു പകരം പച്ചക്കറികൾ എന്തൊക്കെയോ അരച്ചു കൊടുത്താ ഗർഭം അലസി പോന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ വല്ലതും ചെയ്താ പോരെ? അതൊക്കെ 50-50 ചാൻസ്. പോയെന്ന് പറയാം. അങ്ങനെ നോക്കിയാ പോരെ അമ്മേ? അത് പോരാ, പോവണം നമ്മൾ ഉറപ്പിക്കണം. ഈ മെഡിസിൻ കൊണ്ട് പിന്നീട് നയനിക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടാവോ? ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഞാൻ ഗ്യാരണ്ടി തരാം. എന്നാ പിന്നെ എന്താന്ന് വെച്ചാ ചെയ്യാമ്മേ. ശരി, നീ എന്റെ കൂടെ കട്ടയ്ക്ക് നിന്നാ മതി. ശരി അമ്മേ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നയനയാണ് കേട്ടോ. നയനയുടെ അടുത്തോട്ട് ദേവ്യാനി വരുന്നുണ്ട്. മോളെ. എന്താ അമ്മേ? മോക്ക് വിശക്കുന്നുണ്ടോ? ചെറുതായിട്ട്. എന്നാ പിന്നെ അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി തന്നാലോ? ഉണ്ടാക്കൊന്നും വേണ്ട. ഉച്ചക്കലത്തെ ഭക്ഷണം ഇരിപ്പില്ലേ, അത് മതി. അതൊന്നും കഴിച്ച് വയറ് ചീത്തയാക്കണ്ട. ഉച്ചയ്ക്ക് എന്തൊക്കെയോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ. അതിപ്പം കഴിച്ച് വെറുതെ വയറ് ചീത്തയാക്കണ്ട. ഞാനേ മോക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി തരാം. അമ്മയുടെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇങ്ങനെ എപ്പോഴും ജോലിയൊന്നും എടുക്കണ്ട. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടി സഹായിക്കാം. അത് വേണ്ട, ചന്തമോക്ക് ഇപ്പൊ ഓരോന്ന് പറഞ്ഞു കൊടുക്കല്ലേ. നീ ഇവിടെ ഇരുന്ന് അതൊക്കെ ചെയ്യേ. ഞാനേ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഇപ്പൊ വരാം. നിനക്ക് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയാ പോരെ? അത് വേണ്ടമ്മേ, അതൊന്നും പറഞ്ഞാ പറ്റില്ല. എനിക്കത് ഒരു ഭാരം പോലും അല്ല. ഞാനേ അല്ലട്ടെ. ഇതും പറഞ്ഞുകൊണ്ട് ദേവ്യാനെ അവിടുന്ന് പോവാൻ കേട്ടോ. ആ സമയത്താണ് ജലജ വരുന്നത്. നവ്യേ. എന്തമ്മേ? മെഡിസിൻ കിട്ടി. ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചോണ്ട് വന്നു. ആ പയ്യൻ പുറത്ത് നിൽപ്പിട്ടായിരുന്നു. അമ്മേ, എന്റെ ഉള്ളിലൊരു ഭയം പോലെ. എന്തിനു ഭയക്കണം? അവൾക്ക് എന്തെങ്കിലും സംഭവിക്കോ? അവക്കൊന്നും സംഭവിക്കില്ല. അവളുടെ കുഞ്ഞിനെ സംഭവിക്കൂ. നീ അതൊന്നും മനസ്സിൽ ഉറപ്പിക്കേ. ശരി, ഇങ്ങനെ ഭയപ്പെട്ട് നിൽക്കാതെ നവ്യേ. ശരി അമ്മേ. അങ്ങനെ ജാനകി നയനയുടെ അടുത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതെന്താ, രണ്ടുപേരും കൂടി കളിക്കാണോ? ചന്തമോക്ക് കളിക്കാൻ ഇവിടെ കൂട്ടുകാരായിട്ട് ആരും ഇല്ലല്ലോ. അതുകൊണ്ടേ അവൾ എന്നെയാ കൂടെ കളിക്കാൻ കൂട്ടിയത്. അത് കൊള്ളാലോ. എന്താ, നയനയമ്മയെ മാത്രം കളിക്കാൻ കൂട്ടത്തുള്ളൂ? അമ്മായിയെ കൂട്ടില്ലേ? കൂട്ടല്ലോ. എന്നാ പിന്നെ എന്നെയും കൂടി കൂട്ട്. കൂട്ടാട്ടോ. ആ സമയത്താണ് ജലജ ചോദിക്കുന്നത്, നയനെ നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? നിനക്ക് ജ്യൂസോ മറ്റോ വേണോ? അതൊന്നും വേണ്ട. അമ്മ ഭക്ഷണം ഉണ്ടാക്കാൻ പോയിട്ടുണ്ട്. ആണോ? അതെ. ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണേ നയനെ. ഞാൻ നോക്കുന്നുണ്ടല്ലേ അമ്മേ. ശരി, എന്നാ പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി കളിക്ക്.
എനിക്ക് കുറച്ച് പണിയുണ്ട്. ഇതും പറഞ്ഞുകൊണ്ട് ജലജ അവിടുന്ന് എഴുന്നേറ്റ് പോവാണ്. പിന്നെ കാണിക്കുന്നത് ദേവയാനി ഭക്ഷണം ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നവ്യയോട് പറയുന്നുണ്ട്, നവ്യ നീ ഭക്ഷണം ഉണ്ടാക്കി തീരാറായെന്ന് ഒന്ന് പോയി നോക്കിയേ. ഞാൻ പോയി നോക്കണോ? നോക്കണം. ശരി, ഞാനെന്നാ ചെന്ന് നോക്കാം. ഇതും പറഞ്ഞുകൊണ്ട് നവ്യ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് വെള്ളം എടുത്ത് കുടിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോ നവ്യയോട് ദേവയാനി ചോദിക്കുന്നുണ്ട്, ആ നവ്യ മോളെ, നിനക്കിത് വേണോ? എനിക്കൊന്നും വേണ്ട. അതെന്താ? എന്നെ മോൾക്ക് ഉണ്ടാക്കിയതാ. ഉണ്ടാക്കിയ കൂട്ടത്തിൽ ഞാൻ കുറച്ച് മോക്കൂടി ഉണ്ടാക്കി, കഴിച്ചു നോക്കിയേ. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്. നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ സന്തോഷമല്ലേ? സന്തോഷം പങ്കിട്. ആ സന്തോഷത്തിൽ പങ്കുചേരാനേ ഞാനില്ല. ഷോ, എന്ത് ഈ നവ്യ ഇങ്ങനെ? ഇതും പറഞ്ഞുകൊണ്ട് നവ്യ ദേഷ്യം പിടിച്ച് അവിടുന്ന് പോകുന്നത് കാണിക്കുന്നുണ്ട്. അപ്പൊ ദേവേനെ മനസ്സിൽ കരുതുന്നുണ്ട്, നവ്യക്ക് നല്ല മാറ്റം വന്നതായിരുന്നു, പക്ഷെ ഇപ്പൊ വീണ്ടും പഴയ പോലെ തന്നെ ആയി. അങ്ങനെ നവ്യ ആണെന്നുണ്ടെങ്കിൽ ജലജയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. അമ്മേ, അവിടെ എല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. മിക്കവാറും ഇപ്പം അമ്മായി എവിടുന്ന് പോവും. അപ്പൊ പിന്നെ ആ ഭക്ഷണത്തിലെ എന്തെങ്കിലും കടത്തിയ നയനയുടെ വയറ്റി മാത്രമേ എത്തത്തുള്ളൂ. എന്നാ പിന്നെ നീ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ ചെയ്തിട്ട് വരാം. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കണം. ശരി. അങ്ങനെ ജലജയാണെന്നുണ്ടെങ്കിൽ പതുക്കെ ചെന്ന് അടുക്കളയിൽ കയറുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഭക്ഷണത്തിൽ ആ മെഡിസിൻ കലർത്തുന്നുണ്ട്. അങ്ങനെ പതുക്കെ പുറത്തോട്ട് ഇറങ്ങാണ്. ആരും വന്നില്ലല്ലോ. ഭാഗ്യം. ഇല്ലമ്മേ, ആരും കണ്ടില്ല. ഇടയ്ക്ക് ജാനകികളെയും അതിലൂടെ പോയിരുന്നു, പക്ഷെ ഇങ്ങോട്ട് കാര്യമായിട്ട് മൈൻഡൊന്നും ചെയ്തില്ല. അതേതായാലും നന്നായി, നീ വന്നേ. ഇതും പറഞ്ഞിട്ട് നവ്യയും കൂട്ടി അവിടുന്ന് മാറി നിൽക്കാണ്. ആ സമയത്താണ് ദേവയാനി ഭക്ഷണം എടുക്കാൻ വേണ്ടി വരുന്നത്. ദേവയാനി കൊടുക്കാൻ വെച്ച ചോറിലാണ് കേട്ടോ ഇത് കലർത്തിയിരിക്കുന്നത്. ചോറും കറികളും ഭക്ഷണമൊക്കെ എടുത്തിട്ട് അവിടേക്ക് മുകളിലോട്ട് ചെല്ലുകയാണ്. നോക്കിക്കോ, നയനയ്ക്ക് വാരി വാരി അവള് ഊട്ടി കൊടുക്കും. ആ സമയത്ത് അവളുടെ കുഞ്ഞ് നഷ്ടപ്പെടുന്നുള്ള ബോധമൊന്നും ഇവക്കുണ്ടാവില്ല. എന്നാലും ഇതിച്ചിരി കൂടിപ്പോയോന്ന്? ഒരു കൂടിപ്പോന്നുമില്ല. നീ എന്താ നവ്യെ പല സമയത്ത് പലതും പറയുന്നത്? നീ ഇങ്ങനെ ഓരോ സമയത്ത് കാല് മാറുകയാണോ? അതല്ല അമ്മേ, ഞാൻ നിന്റെ അടുത്ത് നവ്യെ, നിന്റെ ഈ വർത്തമാനം എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഒന്നെങ്കിൽ നീ വേണ്ടാന്ന് തറപ്പിച്ച് പറയണമായിരുന്നു. ഇതിപ്പോ കഴിഞ്ഞു പോയി കാര്യമാണ്. ഇനിയിപ്പൊ അത് പറയാനൊന്നും പറ്റില്ല. ശരി. അങ്ങനെ നയനയുടെ അടുത്തോട്ട് ചെല്ലാൻ കേട്ടോ. ആ സമയത്ത് ദേവയാനി, മോളെ ഭക്ഷണം ഞാൻ വാരിത്തരാം, നീ മോളുടെ കൂടെ കളിച്ചോ. അതിന്റെ ഒന്നും ആവശ്യമില്ല, അവൾ തനിച്ച് കഴിച്ചോളും. അമ്മ അതിങ്ങത്താ, ഞാൻ വാരി കഴിച്ചോളാം. എന്തൊക്കെ അമ്മയെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉണ്ടാക്കിയേക്കുന്നത്? ഇത് മുഴുവൻ ഞാൻ കഴിക്കേണ്ട അമ്മേ. അതിനിപ്പോ എന്താ, മോൾ അത് കഴിക്കി. ശരി ശരി. ആ ആദ്യത്തെ എന്റെ ഉരുള അമ്മയ്ക്ക്. ഇത് കണ്ടപ്പോ നവ്യ ഒന്ന് ഞെട്ടുന്നില്ല കേട്ടോ. അയ്യോ, വീണ്ടും അവക്ക് വെച്ചത് അമ്മായി തന്നെയാണല്ലോ വാങ്ങുന്നത്. ജലജയ്ക്കും ആകെ പേടിയാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പൊ ദേവേനെ പറഞ്ഞിട്ടുണ്ട്, ഏയ് എനിക്ക് വേണ്ട, മോൾ ആദ്യം കഴിക്കേ. അത് പറഞ്ഞാൻ പറ്റില്ല, അമ്മ കഴിക്കി. ഇതും പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് വാരി കൊടുക്കാൻ കേട്ടോ. ദേവയാനി ആണെങ്കിൽ ആസ്വദിച്ച് കഴിക്കാൻ പോകുമ്പോഴാണ് ദേവയാനി പറയുന്നത്, ഇതിനെന്തോ ഒരു ടേസ്റ്റ് മാറ്റം, എന്തോ ഒരു ടോണിക്കിന്റെ ടേസ്റ്റ് പോലെ. ടോണിക്കോ? ആ, എന്തോ ഒരു, ഇനി അരിയുടെ കുഴപ്പമായിരിക്കോ? ആ, എന്തായാലും കുഴപ്പമില്ല, ഞാൻ കഴിക്കട്ടെ. അയ്യോ മോളെ, മോൾ അത് കഴിക്കണ്ട. എന്താ അമ്മേ? ഒന്നുമല്ല, എന്തോ ഒരു ടേസ്റ്റ്, ഇത് കഴിക്കണ്ട. അമ്മയ്ക്ക് തോന്നുന്നതായിരിക്കും. ഇതും പറഞ്ഞുകൊണ്ട് നയന കഴിക്കാൻ തുടങ്ങാൻ കേട്ടോ. ആദ്യത്തെ ഉരുള നയന വായിലേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ അത് കഴിക്കുന്നുണ്ട് കേട്ടോ. മോളെ വേണ്ട മോളെ. ദേവയാനിക്ക് മനസ്സിനൊരു ഇടങ്ങേറ് പോലെ കേട്ടോ. അങ്ങനെ ദേവയാനി ആ ഭക്ഷണം തട്ടി മാറ്റുന്നുണ്ട്. വേണ്ട മോളെ, ഇത് കഴിക്കണ്ട. എന്താ അമ്മേ? മോൾ ഈ വെള്ളം കുടിച്ചേ, ഞാൻ വേറെ കൊണ്ടുവരാം. അങ്ങനെ ആ ഒരു ഉരുള മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. ദേവയാനിയുടെ മനസ്സിൽ മൊത്തത്തിൽ ഒരു ഇടങ്ങേറ് പോലെ. ആ ഒരു ഉരുള കഴിച്ചപ്പോ തന്നെ നയനയ്ക്ക് തല ചുറ്റുന്നത് പോലെ തോന്നുകയാണ്. അമ്മേ, എനിക്കെന്തോ തല ചുറ്റുന്നത് പോലെ. അയ്യോ മോളെ, മോള് വന്നേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഇതും പറഞ്ഞുകൊണ്ട് ദേവയാനി നയനയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോവാൻ നിൽക്കട്ടെ. അപ്പൊ നയന പറയുന്നുണ്ട്, ഏയ് കുഴപ്പമൊന്നുമില്ലമ്മേ, ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ നേരം വൈകിയതിൻ്റെ ആയിരിക്കും, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മോള് വന്നേ. ഇതും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിലോട്ട് പോകുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇനി നയനയ്ക്ക് എന്ത് സംഭവിക്കുമെന്നൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ നവ്യാണെന്നുണ്ടെങ്കിൽ ജലജയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. അമ്മേ, അവളത് കഴിച്ചു, ഒരു ഉരുളയല്ലേ കഴിച്ചുള്ളൂ, പ്രത്യേകിച്ചൊന്നും വരാൻ പോകുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിച്ചപാടെ തന്നെ അവൾക്ക് തല കറങ്ങി അമ്മേ. അത്രയ്ക്കും ഡോസുള്ള വല്ല മരുന്നും ആണോ? ഏയ്, ഇത് അത്ര വലിയ ഡോസുള്ള മരുന്നൊന്നും അല്ല. ഇനി എന്താവോ ആവോ. ഓക്കെ, അപ്പൊ നിങ്ങൾ കാത്തിരിക്കുക. ഇതിന്റെ ബാക്കി എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നെക്സ്റ്റ് എപ്പിസോഡൊന്ന് കമന്റ് ചെയ്തു. അപ്പൊ നെക്സ്റ്റ് എപ്പിസോഡൊന്ന് കമന്റ് ചെയ്താൽ അടുത്ത എപ്പിസോഡ് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.